കുറച്ചും കൂടി വൃത്തിയിൽ എഴുതിക്കൂടെ? ഇതെന്താ ഡിക്റ്റേഷൻ എടുത്താ? 10ൽ 6 ഉള്ളൂ. ഓക്കെത്രയാ? 8. രണ്ടാളും ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഈ വല്യമ്മയുടെ മുമ്പിൽ അവിടെ അടുക്കളയിൽ ചെല്ലുമ്പോഴേക്കും നാണം കെടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചോദിക്കുന്നോട് എനിക്ക് എത്രയാ മാർക്ക്. അപ്പൊ ഞാൻ ഇരുന്ന് പറയണം 10ൽ 6 ഉള്ളൂ. ഓണുണ്ടായിരിക്കും. സാരിയൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ സമ്മാനം തരും, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ നോക്കും, ഇത് ഭംഗിയുണ്ടോ, ഇത് ഭംഗിയില്ലേ, കളർ കൊള്ളൂ, ഒന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ. ഏട്ടാ എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് ഇത് നിനക്ക് നന്നായി ചെയ്തു. എഴുത്തിലെ സാരി തൊട്ട് നോക്കിയപ്പോ നല്ല ക്വാളിറ്റി ഉള്ള. ഇത് അമ്മായി അറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മായി ചിലപ്പോൾ ഒന്നിച്ച് ഡ്രസ്സ് എടുക്കണമായിരിക്കും, എല്ലാവർക്കും കൊടുക്കാനോ വിചാരിച്ചിട്ട്. എടുത്ത് അവിടെ നിന്ന് മാറ്റി വെച്ചതാ. നല്ല ഉറപ്പായിരിക്കും. എടുത്തേക്ക് പ്രൊമോഷനായി. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാ ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട്. ടീച്ചേഴ്സിന് എന്ത് പ്രൊമോഷൻ? ടീച്ചർ ആവുന്നതേ ഒരു പ്രൊമോട്ടഡ് ജോലിയാണല്ലോ. അങ്ങനെയല്ല, എന്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഫാമിലിയിലൊക്കെ ആവുമ്പോ, കുടുംബത്തിലൊക്കെ ആവുന്ന സമയത്ത് ടീച്ചിങ് അല്ലെങ്കിൽ ബാങ്കിലെ ജോലി അതൊക്കെ ചെയ്യാവൂ പെൺകുട്ടികൾ എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ചിന്താഗതി. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയമാട്ടോ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഈ സെയിൽസ് ആ ഒരു ഫീൽഡൊന്നും അങ്ങനെ അങ്ങനെ പായസം അതുകൊണ്ടല്ല. ഇത് ഈ കുഞ്ഞുവിന് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നന്നായി പഠിക്കും. ഇപ്രാവശ്യം ഒക്കെ കിട്ടിയില്ല. എന്താ ഓളും പഠിക്കൂട്ടോ, പക്ഷെ കിട്ടിയില്ല.